നമുക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്. സംസ്ഥാനത്ത് മഴ കനക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വരെ പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകും. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, അടുത്ത 5 ദിവസം വലിയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിലവിലത്തെ സാഹചര്യം? അടുത്ത 5 ദിവസം ശക്തമായ മഴ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതായത് ന്യൂനമർദ്ദ ചുഴലിക്കാറ്റാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശക്തമായ ന്യൂനമർദ്ദം കടലിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അത് വരും മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ആൻഡമാൻ കടലിലും തീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇത് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കന്യാകുമാരിക്ക് അടുത്തും ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇതും ശക്തി പ്രാപിക്കും ഇന്നത്തോടു കൂടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ 3 ജില്ലകളിലാണ് മഴയുമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്യാകുമാരി തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും മത്സ്യബന്ധനത്തിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ന്യൂനമർദ്ദത്തെ തുടർന്ന്. അതിനാലാണ് മത്സ്യബന്ധനത്തിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഉൾപ്പെടെ പരക്കെ മഴ ലഭിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്നത്. ഈ ചുഴലിക്കാറ്റായി മാറുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ലഭിക്കുന്നുണ്ട്. രാഖി.